ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നോമ്പ് 19 കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെമ്മീൻ കേക്കും അതുപോലെ തന്നെ പഴം നിറച്ചതാണ് ആക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി 3 മുട്ട ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചെമ്മീൻ്റെ മസാലയും ഇതിൽ ചേർത്തിട്ടുണ്ട്. ചെമ്മീൻ്റെ മസാലയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് മസാലയൊക്കെ ഇതിലിട്ടിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ്റെ പകരം ചിക്കന്, ബീഫ് എല്ലാം ഇടാം കേട്ടോ, കടുക്ക എല്ലാം ഇടാം. അപ്പോൾ ഇതാക്കിയതിന് ശേഷം പാത്രത്തിൽ നല്ല എന്താ പറയുക മെഴുക്കൊക്കെ ഓയിലോ നെയ്യോ എന്തെങ്കിലും തേച്ച് വെക്കുക. അപ്പോൾ എനിക്ക് ചെറിയ ക്വാണ്ടിറ്റി ഉള്ളതിനെ കൊണ്ട് ഞാൻ ചെറിയ പാത്രമാണ് അധികം യൂസ് ചെയ്യുക. അപ്പോൾ അതെല്ലാം പാർന്ന് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 5-10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ നല്ല വേവിച്ചിട്ടുള്ളത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ അതവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പത്തിരിക്കും അതുപോലെ തന്നെ പഴം നിറച്ചതിനും മാവ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴം നിറച്ചൊക്കെയുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലയിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ ഇടാം. തേങ്ങ ഒന്ന് ചൂടാകുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഏലക്കപ്പൊടിയും പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കേട്ടോ. കൈ വിടാണ്ട് ഇളക്കിയാൽ പെട്ടെന്ന് അങ്ങനെ ആവും. അപ്പോൾ ഇതാ ഏകദേശം അതങ്ങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു കളറിലാണ് വേണ്ടത്. ചിലർ ഇത് വെറും തേങ്ങ ചിരകി പഞ്ചസാര ആയിട്ട് ഫില്ല് ചെയ്യും കേട്ടോ. അപ്പോൾ അത് സെറ്റായതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇറച്ചിപ്പത്തിരിക്കുള്ള മസാലയും തയ്യാറാക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ബീഫോ ചിക്കനോ അതും ചേർക്കാം. അപ്പോൾ ഞാൻ ചിക്കനാണ് അധികം ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ കുറച്ച് ഒരു നല്ലോണം കണ്ട് ചേർക്കുക, അതാണ് ഇറച്ചിപ്പത്തിരിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. സാധാ നമ്മൾ സമൂസക്കൊക്കെ ചേർക്കുന്ന പോലെ തന്നെയാണ് ഉള്ളിയെല്ലാം ചേർക്കുക. പിന്നെ പച്ചമുളക് ഞാൻ യൂസ് ചെയ്യാറില്ല, മക്കൾക്ക് അത് ഇഷ്ടമില്ല. അപ്പോൾ അധികം ഞാൻ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കുരുമുളകാണ് ഇടാറ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതാ പഴം നിറച്ചതിനുള്ളതൊക്കെ ഞാൻ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊലി അടക്കം ഫില്ലാക്കുമ്പോൾ പൊട്ടാണ്ട് നിൽക്കും. അപ്പോൾ ഇതാ അത് ഫില്ലാക്കിയതിന് ശേഷം ഞാനിതാ ഇങ്ങനെയാണ് കവർ ചെയ്യുന്നത്. അല്ലാത്തവർ ഇത് നമ്മളെ മൈദ ഉപ്പും കലക്കിയിട്ട് ഈ ഫില്ല് ചെയ്തതിൻ്റെ ഭാഗത്ത് മാത്രം തേച്ചിട്ടാണ് പൊരിക്കാറ്. പക്ഷെ ഞാനിങ്ങനെ ഒരു ചപ്പാത്തിൻ്റെ മാവുണ്ടല്ലോ, അത് നന്നായി നൈസാക്കി പരത്തിയതിൻ്റെ ശേഷം ഇങ്ങനെ കവർ ചെയ്യും. ഇങ്ങനെ കവർ ചെയ്തിട്ട് പൊരിച്ചെടുത്താണ്ടല്ലോ നല്ല ടേസ്റ്റ്. അത് മൊത്തം ക്രിസ്പിയായി നിൽക്കുമല്ലോ, അപ്പോൾ ഭയങ്കര രസമാണ് അത് തിന്നാൻ. അപ്പോൾ ഇതാ അത് ഏകദേശം സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇറച്ചിപ്പത്തിരിക്കുള്ളതും തയ്യാറാക്കി വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള ഇങ്ങനെ പരത്തിയിട്ട് മുറിക്കുന്നുണ്ട്. പക്ഷേ ഇത് മുറിക്കണം നിർബന്ധമില്ല, അതിൻ്റെ വക്കത്ത് ഇങ്ങനെ ഡിസൈൻ വരുമല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് മുകളിൽ വെച്ചിട്ട് അതിൽ മസാല വെച്ചിട്ട് പിന്നെ ഒന്ന് മുകളിൽ വെക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുക. ഈ ഡിസൈൻ എന്തൊരു പേരുണ്ട് കേട്ടോ, അതെനിക്കറിയില്ല. ഇങ്ങനെ ആക്കി വെക്കാം കേട്ടോ. ഇത് അന്ന് ചെറുതാട്ടോ, ഇതിലും വലുതാക്കിയ ചിലവിലാകെ ഞാൻ ചെറുതാണ് ആക്കിയത്. അപ്പോൾ ഇതാക്കുന്ന കൂടെ തന്നെ ഉമ്മ അവിടെ ചോറും കറിയും ഉപ്പേരിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പഴം നിറച്ച് പൊരിക്കാൻ തന്നത്. അപ്പോൾ ഇതാ പഴം നിറച്ച് പൊരിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ആ സെറ്റായതിൻ്റെ ശേഷം ഇറച്ചിപ്പത്തിരി പൊരിച്ചിട്ടുണ്ട്. ഇതാ അതിന് ശേഷം നമ്മൾ വത്തക്ക വെള്ളമൊക്കെ വിചാരിച്ചു. വത്തക്ക വെള്ളം ഞാൻ ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നോ, റെസിപ്പി കാണിച്ചിരുന്നു, അതാണ് കേട്ടോ. പിന്നെ എന്നോടില്ലേ ഒരു വീഡിയോ എടുക്കാൻ മറന്നു. ഇതിങ്ങനെ പൊരിച്ചതിൻ്റെ ശേഷം നമ്മൾ മുട്ട കലക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും സ്വല്പം പഞ്ചസാര ഇടണം. എന്നിട്ട് നന്നായി കലക്കിയതിന് ശേഷം അതിൽ മുക്കിയിട്ട് ഈ പത്തിരി അതിൽ മുക്കിയിട്ട് വീണ്ടും പൊരിക്കണം. അപ്പോഴാണ് കറക്റ്റ് ഇറച്ചിപ്പത്തിരി ആവാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുമ്പ് കാണിച്ച റെസിപ്പി ഇല്ലേനോ, പാലൊക്കെ ഒഴിച്ചിട്ടുള്ള പാല്, അപ്പോൾ അതിതാ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായപ്പം എല്ലാം ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്കൊരു ഗസ്റ്റും ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.